എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ശബ്ദം എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. ആദിയും ലക്ഷ്മി മേനോനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഹൊറർ ത്രില്ലർ മൂവിയാണ് ശബ്ദം. തിയേറ്ററുകളിൽ നിന്നും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഈ ഒരു ചിത്രം മാർച്ച് 28-ന് ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് അഗാദിയ എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. ജീവ, അർജുൻ, യോഗി ബാബു എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി മൂവിയാണ് അഗാദിയ. ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറിയ ഈ ഒരു ചിത്രം മാർച്ച് 28-ന് സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഹണ്ട് എന്ന മലയാളം സിനിമയുടേതാണ്. ഭാവന പ്രധാന റോളിലെത്തിയ ഹൊറർ ത്രില്ലർ മൂവിയാണ് ഹണ്ട്. തിയേറ്ററുകളിൽ നിന്നും ആവറേജ് വിജയം നേടിയെടുത്ത ഈ ഒരു ചിത്രം മാർച്ച് 28-ന് മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് മുഫാസ ദ ലയൺ കിങ് എന്ന ഹോളിവുഡ് അഡ്വഞ്ചർ മ്യൂസിക്കൽ മൂവിയുടേതാണ്. ബോക്സ് ഓഫീസിൽ സക്സസ് ആയ ഈ ഒരു ചിത്രം മാർച്ച് 26-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ബിഗ് ബെൻ എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ്. അനു മോഹൻ, വിനയ് ഫോർട്ട്, വിജയ് ബാബു എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ഡ്രാമ ത്രില്ലർ മൂവിയാണ് ബിഗ് ബെൻ. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ഈ ഒരു ചിത്രം മാർച്ച് 28-ന് സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന തമിഴ് മൂവിയുടേതാണ്. മാധവൻ, സിദ്ധാർത്ഥ്, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഡ്രാമ ത്രില്ലർ മൂവിയാണ് ടെസ്റ്റ്. ഡയറക്ട് OTTയിൽ റിലീസ് ചെയ്യുന്ന ഈ ചിത്രം ഏപ്രിൽ 4-ന് പാൻ ഇന്ത്യൻ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് അൻപോട് കൺമണി എന്ന മലയാളം സിനിമയുടേതാണ്. അർജുൻ അശോകൻ, അനഘ നാരായണൻ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ഫാമിലി ത്രില്ലർ മൂവിയാണ് അൻപോട് കൺമണി. തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ഈ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.